ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരാഴ്ചയിലെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വിക്രത്തിൻ്റെയും വേദയുടെയും ജീവിതത്തിൽ പ്രധാനമായിട്ടുള്ള കുറേ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. വിക്രം വേദയെ സ്നേഹിച്ചൊക്കെ തുടങ്ങുകയാണ്. വിക്രത്തിൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്ന എപ്പിസോഡുകളാണ് കേട്ടോ വരാൻ പോകുന്നത്. ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മുത്തശ്ശിയുടെ വീട്ടിൽ പോയിട്ട് വരികയാണോ, അച്ചമ്മയുടെ വീട്ടിൽ പോയിട്ട് വരികയാണ് കേട്ടോ വിക്രവും വേദയും എല്ലാവരും കൂടി. അങ്ങനെ എല്ലാവരും വീട്ടിലെത്തി കഴിയുമ്പോൾ നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അച്ചമ്മ വിളിക്കുന്നത് വേദയെ വിളിച്ചിട്ട് ചോദിക്കുക, എൻ്റെ പൊന്നു മോളെ, എങ്ങനെയുണ്ട് നിൻ്റെ ജീവിതം? അവൻ നിന്നോട് സ്നേഹമായിട്ടൊക്കെയാണോ പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും വേദ പറയാണ്, എൻ്റെ അച്ചമ്മേ, എല്ലാം വലിയ കഷ്ടമാണ്. അവിടെ വച്ചിട്ട് ഫസ്റ്റ് നൈറ്റൊക്കെ ആഘോഷിച്ചു, പക്ഷേ വിക്രം അടുക്കുന്ന മട്ടൊന്നുമില്ല. വിക്രത്തിൻ്റെ റൂമിലും ഞാനാണെങ്കിൽ ഹോളിൽ തറയിൽ പാവിരിച്ചാണ് കിടക്കുന്നത് എന്ന് പറയാണ്. അപ്പം അച്ചമ്മ പറയാം, അതെന്താ മോളെ അങ്ങനെ? നീ അങ്ങനെയൊന്നും അവനെ വിടരുത്. നിന്നോട് ആരാ പറഞ്ഞ തറയിൽ പാവിരിച്ച് ഹോളിൽ കിടക്കാൻ? നിനക്ക് അവൻ്റെ മുറിയിൽ പോയി കിടന്നൂടെ? അപ്പം വേദ പറയാണ്, കിടക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ വിക്രം അതിന് സമ്മതിക്കില്ല. നീ അവൻ്റെ മുറിയിൽ പോയി അവൻ്റെ കൂടെ കട്ടിൽ തന്നെ കിടക്കണം മോളെ. അപ്പം വേദ പറയാണ്, കട്ടിലിൽ പിന്നെ സ്ഥലമില്ലെന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ നിലത്തെങ്കിലും പായ വിരിച്ച് കിടന്നോണ്ടേനെ. പക്ഷേ അതൊന്നും വിക്രം സമ്മതിക്കില്ല മുത്തശ്ശി. ഞാൻ പറഞ്ഞാലും അത് സമ്മതിക്കില്ല എന്ന് പറയുമ്പം അച്ചമ്മ പറയാണ്, എങ്കിൽ നീ അവൻ്റെ ഈ ഫോണൊന്ന് കൊടുത്തേ, ഞാൻ പറഞ്ഞു എന്ന് പറ, നീ അവിടെ പോയി പായ വിരിച്ച് കിടക്ക് എന്ന് പറയാണ്. എന്നിട്ട് അച്ചമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ, അങ്ങനെയൊന്നും അവനെ വിടരുത് കേട്ടോ. അവൻ്റെ ഈ മുഷണൻ സ്വഭാവവും മുട്ടാളൻ സ്വഭാവവും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് മോള് ചില കാര്യങ്ങളൊക്കെ അനുവർത്തിക്കണം. അവൻ്റെ പുറകെ തന്നെ കൂടണം. അവൻ പോകുന്ന കൂടെ പല സ്ഥലത്തും പോകണം. മോള് പോകുന്നിടത്തൊക്കെ അവനെ കൊണ്ടുപോവുകയും വേണം. അതുപോലെ ആ മുറിയിൽ തന്നെ കിടക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിലേ അവന് മോളോട് സ്നേഹം ഉണ്ടാവുള്ളൂ. അവൻ്റെ ഈ മുഷണ സ്വഭാവമൊക്കെ മാറി നല്ല സ്വഭാവം ആവുള്ളൂ. ചില കാര്യങ്ങളിലൊക്കെ മോള് അധികാരം എടുക്കുകയും വേണം. അതിനൊക്കെ അവകാശമുണ്ട് മോളെ നിനക്ക്. നീ അവൻ്റെ ഭാര്യയല്ലേ? നിന്റെ കഴുത്തിൽ അവൻ താലി കെട്ടിയതല്ലേ? നീ അവനെ ഭർത്താവായിട്ട് കണ്ടതല്ലേ? ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പോണം എന്ന് പറയാം. അപ്പോൾ വേദ പറയുന്നുണ്ട്, ശരി അച്ചമ്മേ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ എന്നെ ആ റൂമിലേക്ക് കയറ്റില്ല എന്ന് പറയുക. നീ ചെന്ന് കിടക്കാൻ പറയാണ്. അങ്ങനെ വേദ പായും തലേനയൊക്കെ എടുത്തിട്ട് വിക്രത്തിൻ്റെ മുറിയിലേക്ക് വരികയാണ്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എടി വേദാളവേ, നിന്നോട് ആരാടി ഈ മുറിയിലേക്ക് കയറി വരാൻ പറഞ്ഞത്? നിന്നോട് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് ഈ മുറി വരരുതെന്ന്. പിന്നെ ഇപ്പം ഈ രാത്രിയിൽ കെട്ടും കിടക്കയെടുത്ത് എന്തിനാ നീ ഈ മുറിയിലേക്ക് വന്നത്? അപ്പോൾ വേദ പറയണം, അതെ, എന്നോട് അച്ചമ്മ പറഞ്ഞു ഈ മുറിയിൽ വന്ന് കിടക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു അച്ചമ്മ! നീയല്ലേ ആ കിളവി പറയുന്നത് കേൾക്കോളൂ. കിളവി എന്തെങ്കിലുമൊക്കെ പറയുമ്പം അതനുസരിക്കാനായിട്ട് അവൾ നോക്കി നിൽക്കുക. അപ്പോൾ ഉടനെ തന്നെ സ്പീക്കറിൽ ഇട്ടിരിക്കുക കേട്ടോ ഫോൺ. ഉടനെ അച്ചമ്മ ചോദിക്കുക, എടാ മുട്ടാള, നിനക്ക് ആരാടാ കിളവി? ഞാനാണോടാ നിന്റെ കിളവി? നീ എന്നെയാണോടാ കിളവി എന്ന് വിളിക്കുന്നേ എന്നൊക്കെ ചോദിക്കുമ്പം വിക്രത്തിന് പിന്നെ ഒന്നും പറയാനില്ല. എന്നേരം അച്ചമ്മ പറയാണ്, എടാ, നിന്റെ ഭാര്യ അവളങ്ങനെ ഹോളിൽ പാവിരിച്ച് കിടക്കേണ്ടവളൊന്നും അല്ല. നിന്റെ മുറിയിൽ തന്നെ കിടക്കേണ്ടവളാ. അതുകൊണ്ട് നിന്റെ കൂടെ തന്നെ നിന്റെ മുറിയിൽ തന്നെ അവൾ കിടക്കണം. അതാ എൻ്റെ ഉത്തരവ്. നീ അതനുസരിച്ചാൽ മതി, അല്ലാതെ ഇങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് വരണ്ടടാ കേട്ടോ മുട്ടാള എന്ന് ചോദിക്കുക. അപ്പം പിന്നെ വിക്രം ഒന്നും പറയാനില്ല. വേദ ഫോണൊക്കെ കട്ട് ചെയ്യാണ്. എന്നിട്ട് വിക്രത്തിനോട് പറയാം, ദേ ഇപ്പം കണ്ടോ കളികളൊക്കെ, ഇങ്ങനെയൊക്കെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അച്ചമ്മയോട് പറയും, പല കാര്യങ്ങളും ഇനി നിങ്ങൾ അനുസരിക്കാതെ വരുമ്പം അതൊക്കെ ഞാൻ അച്ചമ്മയെ അറിയിക്കും. അപ്പം വിക്രം പറയാണ്, നീ എല്ലാ അച്ചമ്മയെ അറിയിച്ച എനിക്കിപ്പം അങ്ങ് പറ്റി. അച്ചമ്മ എന്നെ അങ്ങ് മൂക്കി കയറ്റിയാലേ എന്നൊക്കെ പറയണം. എന്നിട്ട് വേദ തറയിൽ പായൊക്കെ വിരിച്ചിട്ട് കിടക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ തറയിൽ കിടന്നോളാം കേട്ടോ എന്ന് പറയുമ്പോൾ വിക്രം പറയാണ്, കിടക്ക്, ഇനിയിപ്പോൾ അതല്ലാതെ പറ്റുമല്ലോ, അച്ചമ്മയുടെ ഓർഡറല്ലേ, നാശം, എങ്ങനെ ഇവളുടെ കൂടെ ഈ മുറി കിടക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴേക്കും വേദയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. വിക്രത്തിൻ്റെ മുറിയിൽ ഇങ്ങനെ വന്ന് തറയിലാണെങ്കിലും പാവിരിച്ച് കിടക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് വേദ മനസ്സിലോർക്കാണ്, ഇങ്ങനെ ഓരോ കാര്യത്തിലും മാറ്റം വന്നു കഴിഞ്ഞാൽ വിക്രം എന്നെ സ്നേഹിക്കുക തന്നെ ചെയ്യും. വിക്രത്തിൻ്റെ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറും എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വിക്രം എവിടെയോ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും വേദ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. വേദ കമലയോട് പറയാണ്, അമ്മേ, ഞാൻ ഇന്നൊന്ന് അമ്പലത്തിൽ പോകുന്നുണ്ട് എന്ന് പറയാന്. അപ്പോൾ കമല പറയാണ്, ആഹാ, നല്ല കാര്യം മോളെ, പോയിക്കോ, ഞാനും വിക്രമും കൂടിയാണ് ഇന്ന് അമ്പലത്തിൽ പോകുന്നേ എന്ന് വേദ പറയുക.
അപ്പോൾ വിക്രം ചോദിക്കുകയാണ്, നീയോ? നിൻ്റെ കൂടെ ഞാൻ അമ്പലത്തിൽ പോകുന്നതിന് ഭേദം വേറെ വല്ലതുമാണ്. നീ എൻ്റെ കൂടെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിക്കുകയേ വേണ്ട. അപ്പോൾ വേദ പറയാം, അതെന്താ അങ്ങനെ? എന്നെയാണ് ഇങ്ങനെ കടിച്ചു തിന്നാൻ വരേണ്ട കാര്യമുണ്ടോ? നമുക്ക് രണ്ടുപേർക്കും കൂടെ അമ്പലത്തിൽ പോയിക്കൂടെ? അപ്പം വിക്രം പറയാണ്, ഇല്ലടി, നിന്നെയും കൊണ്ട് അമ്പലത്തിൽ പോകാൻ എനിക്ക് പറ്റില്ല. അപ്പം ഉടനെ കമല പറയേ, ഒന്ന് നിർത്തുന്നുണ്ടോ നീ? അവളെ കൊണ്ട് നിനക്ക് അമ്പലത്തിൽ പോയാൽ എന്താ കുഴപ്പം? നിന്റെ ഭാര്യയല്ലേ അവളെ നീയല്ലേ അമ്പലത്തിൽ കൊണ്ടുപോകേണ്ടത്? നീ അവളും കൂടെ നാളെ അമ്പലത്തിൽ പോയാൽ മതി, അതിന് മാറ്റമൊന്നുമില്ല. അപ്പം വിക്രം പറയാം, അമ്മ ഇതും പറഞ്ഞുകൊണ്ട് വന്നു, എൻ്റെ വണ്ടി കയറ്റി ഞാൻ കൊണ്ടുപോകില്ല. എടാ മിണ്ടാടാ, അങ്ങനെയൊന്നും പറയാതെടാ, അവളെ കൊണ്ട് നീ പോകണം. അങ്ങനെ വേദ പോയിട്ട് ഒരുങ്ങിയൊക്കെ വരിക കേട്ടോ, സെറ്റൊക്കെ കൊടുത്തിട്ട്. എന്നിട്ട് പറയാണ്, ഞാൻ റെഡി ആയിട്ടുണ്ട്, ഇനി നമുക്ക് പോകാമെന്ന് പറയാണ്. വിക്രത്തിന് അന്നേരം ഒട്ടും ഇഷ്ടമില്ല കേട്ടോ കൊണ്ടുപോകാൻ. എന്നിട്ട് പറയാം, കയറ്, വണ്ടിയിലോട്ട് കയറ്, കുറച്ച് അകന്നൊക്കെ ഇരിക്കണം എന്ന് പറയാണ്. എന്നിട്ട് വേദ കമലയ്ക്കും ശ്രീജയ്ക്കും ഒക്കെ ടാറ്റ കൊടുത്തിട്ട് പോവുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നന്ദിനിക്ക് ഇഷ്ടപ്പെടുന്നേയില്ല. നന്ദിനി അവിടെ നിന്നിട്ട് പറയാം, കണ്ടോ അവനെ അവൾ വളച്ചെടുക്കുക. അമ്മയാണെങ്കിൽ ഇവിടെ സമ്മതിക്കാനും അവൻ അമ്പലത്തിൽ കൊണ്ടുപോയെങ്കിലല്ലേ പോകുള്ളൂ, അല്ലെങ്കിൽ അവൾക്ക് പോകാൻ പാടില്ലല്ലോ. അപ്പം കമല പറയാം, എൻ്റെ നന്ദിനി, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? വേദയുടെ ഭർത്താവല്ലേ വിക്രം, പിന്നെ അവനല്ലേ അവളെ കൊണ്ടുപോകേണ്ടത്, നീ ഒന്ന് കയറിപ്പോ എന്ന് പറയണം. അങ്ങനെ വിക്രവും വേദയും കൂടെ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പം വേദ പുറകിലിരുന്ന ഓരോന്നൊക്കെ വിക്രത്തിനോട് പറയുന്നുണ്ട് കേട്ടോ. വിക്രം അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതിനുശേഷം ഒരു സ്ഥലത്ത് ചെല്ലുമ്പം അവിടെ ഒരു ചെക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ പഴയ SI ആണ് കേട്ടോ ചെക്ക് ചെയ്യുന്നത്. വിക്രം അടിച്ച് പഞ്ചറാക്കി ആ SI അയാളിങ്ങനെ കാത്തു നിൽക്കണം. വിക്രം വരുന്നത് കാണുമ്പം അയാൾ വണ്ടി തടഞ്ഞു നിർത്തുകയാണ്. വിക്രവും വേദയും ഹെൽമെറ്റ് വെച്ചിട്ടില്ല കേട്ടോ. അപ്പം വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ഓഹോ നീ ആയിരുന്നല്ലേ, നിന്നെ ഞാനൊന്ന് കാണാൻ നോക്കിയിരിക്കുകയായിരുന്നു, കുറച്ച് നാളായി കാത്തിരിക്കുന്നു. അപ്പം വിക്രം പറയാം, എന്താ സാറേ എന്താ? അല്ല, നീ ഹെൽമെറ്റ് വെച്ചിട്ടില്ലല്ലോ, ഹെൽമെറ്റ് വയ്ക്കാതെയാണോ രണ്ടുപേരും കൂടെ പോകുന്നത്? അപ്പം വിക്രം പറയുന്നുണ്ട്, അതിനുള്ള പെറ്റി അടിച്ചാൽ പോരെ, അത് തന്നേക്ക്, ഞാനത് അടിച്ചോളാം എന്ന് പറയാണ്. അപ്പം പറയണം, ഓഹോ പെറ്റി അടിച്ചിട്ട് അങ്ങ് നേരെ പോകാമെന്നാ നീ വിചാരിച്ചതല്ലേ? ഇതാരാടാ ഒരു ചരക്ക് നിന്റെ പുറകിലിരിക്കുന്നേ? ഓ നിന്റെ കെട്ടിയോളായിരിക്കും. വലിയ വീട്ടിലെ പെണ്ണല്ലേ, ജഡ്ജസിൻ്റെ മകള്, അവളെ തട്ടിക്കൊണ്ടുവന്ന് കൂടെ പാർപ്പിച്ചിരിക്കുകയല്ലേ നീ? അല്ലാതെ കല്യാണം വല്ലതും കഴിച്ചിട്ടുണ്ടോടാ? നിയമപരമായിട്ട് രണ്ടും കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. എന്താടി നിനക്ക് ഇവനെ കണ്ടപ്പോൾ പിന്നെ പോകാൻ തോന്നാത്തത്? ഇവൻ അത്രയ്ക്ക് സൗന്ദര്യമാണോ? അവൻ ഗുണ്ടയല്ലേ, ഗുണ്ടയായിരിക്കും നിനക്ക് ഇഷ്ടപ്പെട്ടതല്ലേ, നമ്മളോടൊന്നും താല്പര്യമില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വേദയോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ് SI. അപ്പോഴേക്കും വിക്രത്തിന് അത് ഇഷ്ടപ്പെടുന്നില്ല. വിക്രം പറയുന്നുണ്ട്, ഞങ്ങളത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങൾ പെറ്റിയടിക്കാൻ തയ്യാറാ, ഞങ്ങളെ പറഞ്ഞു വിടുന്നുണ്ടോ എന്ന് ചോദിക്കുക. വണ്ടിയുടെ ബുക്കും പേപ്പറും ഒക്കെ എടുക്കടാ എന്ന് പറയാണ്. അപ്പം വണ്ടിയുടെ ബുക്കും പേപ്പറും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എടുത്ത് കാണിച്ചിട്ടും ഇയാൾ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ നിർത്തിയിരിക്കുക. അപ്പോൾ വേദ ഇതൊക്കെ വീഡിയോയിൽ ഷൂട്ട് ചെയ്യുകയാണ് കേട്ടോ. വേദയോട് വളരെ മോശമായിട്ടാണ് അയാൾ പെരുമാറുന്നത്. എന്നിട്ട് വിക്രത്തിനോട് പറയാണ്, വാ കയറ്, ജീപ്പിൽ കയറ്, അകത്ത് പോയി ലോക്കപ്പിൽ കിടക്കാമെന്ന് പറയുക. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ സാറേ ലോക്കപ്പിൽ കിടക്കുന്നത്? വെറുതെ ഒരു പെറ്റി അടിച്ച് വിടേണ്ട കേസിന് എന്തിനാ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അതിൻ്റെ കാര്യം എന്താ എന്ന് ചോദിക്കുമ്പം, നീ അതൊന്നും അറിയണ്ടേ മോളെ, ഇവനെ കാണണമെങ്കിലേ അങ്ങ് ലോക്കപ്പിലോട്ട് വാ എന്ന് പറഞ്ഞ് വിക്രത്തിനെ തൂക്കിയെടുത്ത് വണ്ടിയിലിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇതൊക്കെ അനീതിയാണ് കേട്ടോ എന്ന് പറയുക. ആ അനീതി ആയിക്കോട്ടെ, കുഴപ്പമില്ലെന്ന് പറയുമ്പം ഞാൻ വേദയെ ഇങ്ങനെ പിടിക്കാനായിട്ട് ചെല്ലുമ്പം വിക്രം ഒരടി കൊടുക്കുകയാണ് SIക്കിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അടി പിടിക്കുമ്പം തൂക്കിയെടുത്തിട്ടാ SIയുടെ മേലെ കൈ വെച്ചിട്ടാണോ നീ പോകുന്നത്? നീ നേരത്തെ ഒന്ന് കൈ വെച്ചതാണ്, അതിൻ്റെ പക എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഇനിയും എൻ്റെ ദേഹത്ത് കൈ വയ്ക്കാവുന്നൊന്ന് നീ ഓർക്കണ്ട, ബാക്കിയൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് കാണാം എന്നും പറഞ്ഞ് വിക്രത്തിനെ തൂക്കിയെടുത്ത് കൊണ്ടുപോവുക. ആ പുറകെ തന്നെ നമ്മുടെ വേദയും പോകുന്നുണ്ട് കേട്ടോ. വിക്രത്തിനെ അവിടെ കൊണ്ടുവന്ന് സ്റ്റേഷനിലിട്ട് തല്ലി ചതയ്ക്കാണ്. അയാളുടെ ദേഷ്യം മുഴുവൻ അയാൾ തീർക്കുകയാണ് കേട്ടോ. അതിനു മുമ്പത്തെ ആ പ്രതികാരവും ദേഷ്യവും എല്ലാം നന്നായിട്ട് വിക്രത്തിനോട് തീർക്കുന്നുണ്ട്. അങ്ങനെ വിക്രം അടി കൊണ്ട് അവശനായി കിടക്കുമ്പോഴാണ് വേദ അങ്ങോട്ട് വരുന്നത്. വേദ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, സാറേ ഇയാളെ വിട്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്താ ഈ കാണിച്ചിരിക്കുന്നത്? വിക്രത്തിൻ്റെ അവസ്ഥ കാണുമ്പം വേദയുടെ കണ്ണ് നിറയാണ് കേട്ടോ. അതുപോലെ അടികൊണ്ട് പുറമൊക്കെ പൊട്ടി വല്ലാതായിരിക്കുകയാണ്. ആകെ മൊത്തം വിഷമിച്ച് കരഞ്ഞ് വേദ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ പറയുക, സാറേ ഇത് തെമ്മാടിത്തരാ കാണിക്കുന്നത്, വളരെ മോശമാണ് ഈ കാണിക്കുന്നത്. അദ്ദേഹത്തിനെ വീട്, അദ്ദേഹം അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവിടെ വെച്ച് ഒരു പെറ്റി അടിക്കേണ്ട കേസിന് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ തല്ലി ചതയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇത് ന്യായമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദയുടെ നേരെ ചീറ്റിക്കൊണ്ട് ചെല്ലുകയാണ് SI.
അപ്പോൾ വേദ പറയാണ് ഇതത്ര ശരിയൊന്നുമല്ല സാറേ എന്ന് പറയാം. ശരിയല്ലെങ്കിൽ നീ അങ്ങോട്ട് മാറി നിൽക്കടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കുമാണ് കേട്ടോ കമ്മീഷണർ വരുന്നത്. കമ്മീഷണർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടോ എന്താടോ ഇത് എന്താ? അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് കമ്മീഷണറോട്, സാറ് കണ്ടല്ലോ ഇവിടെ അവസ്ഥ, വെറുതെ ഒരു ഹെൽമെറ്റ് വയ്ക്കാത്ത കേസിന്, പെറ്റി അടിച്ച് വിടേണ്ട കേസിന് ഇവിടെ ലോക്കപ്പിൽ കൊണ്ടിട്ട് ആ മനുഷ്യനെ തല്ലിച്ചതച്ചിട്ടിരിക്കുന്നത് കണ്ടില്ലേ? ഇതൊക്കെ ന്യായമാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇയാൾ വളരെ മോശമായിട്ടാണ് എന്നോട് പെരുമാറിയത്. അങ്ങനെ പെരുമാറിയപ്പോഴാണ് വിക്രം അടി കൊടുത്തത്. വഴിയെ പോകുന്ന പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറാൻ പോലീസുകാർക്ക് ലൈസൻസ് ഉണ്ടോ സാറേ എന്നൊക്കെ വേദ ചോദിക്കുമ്പോഴേക്കും SI സാബുമോൻ അങ്ങോട്ട് ചാടി ഇറങ്ങിയിട്ട് പറയാണ്, എന്താടി നീ ഞങ്ങളെ നിയമം പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാനും നിയമമൊക്കെ പഠിച്ചിട്ടുണ്ട്, എനിക്കും നിയമത്തിൻ്റെ വഴിയെ പോകാൻ നന്നായിട്ട് അറിയാം എന്നൊക്കെ സാബുമോനോട് പറയാം. അപ്പോൾ കമ്മീഷണർ പറയാണ്, എൻ്റെ പൊന്ന് സാബുമോനെ, നീ ഒരു കാര്യം ചെയ്യ്, നീ ചെയ്തിരിക്കുന്ന തെറ്റാ. വെറും പെറ്റി അടിച്ച് വിടേണ്ട കേസിന് നീ എന്തിനാ ഇവനെ കൊണ്ടുവന്ന് ഇവിടെ തല്ലിയത്? അപ്പോഴേക്കും സാബുമോൻ പറയാം, അതെ സാറിനറിയില്ല, ഇത് വേറൊരു കേസാണ്, എനിക്കെല്ലാം അറിയാടാ, എല്ലാം ഞാൻ അറിഞ്ഞു, എല്ലാം അറിഞ്ഞിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവനെ മര്യാദയ്ക്ക് ഇറക്കി വിടുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിൻ്റെ പണി ഇപ്പോൾ പോകും, നിനക്ക് ഇപ്പോൾ ഡിസ്മിസൽ എഴുതി തരുമെന്ന് പറയാണ്. അപ്പോഴേക്കും സാബുമോൻ ചോദിക്കുക, എന്താ സാറ് എന്തറിഞ്ഞിട്ടാ? ഇവള് വെറുതെ നുണയല്ല, ഇത് കണ്ടോ നീ, ഇത് ഫേസ്ബുക്കിൽ ലൈവ് പോകുന്നുണ്ട്, എല്ലാവരും കണ്ടോണ്ടിരിക്കുക, നീ തല്ലുന്നതും നീ അവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നതും നിൻ്റെ വർത്തമാനങ്ങളും എല്ലാം ഇത് വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കവിടെ ഓഫീസിൽ ഇരിക്കപ്പുറത്ത് ഇല്ലാഞ്ഞിട്ട് മോളിൽ നിന്നുള്ള വിളികളെല്ലാം വന്നിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. നിന്നെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ പിന്നെ നിൻ്റെ ജോലി പോകും, എൻ്റെ സ്ഥാനം കൂടി തെറിക്കും, അത് നിനക്കറിയാവോ? ഇത് ഈ നാട്ടിലെ മന്ത്രിമാരും മറ്റുള്ളവരും എല്ലാവരും അറിഞ്ഞിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഇതാവുകയാണ്. പെട്ടെന്ന് തന്നെ വിക്രത്തിനെ ഇറക്കി വിടാൻ പറയുക. അങ്ങനെ വിക്രത്തിനെ അകത്തുനിന്ന് ഇറക്കിക്കൊണ്ട് വരികയാണ് കേട്ടോ. പേദയും കൂടെ താങ്ങി പിടിച്ചാണ് വിക്രത്തിനെ കൊണ്ടുപോകുന്നത്. അതുപോലെ വയ്യാത്തൊരവസ്ഥയിലായി. അങ്ങനെ വിക്രത്തിനെ പുറത്തെടുക്കുകയും സാബുമോനോടെ അടങ്ങി ഇങ്ങനെ മൂല നിൽക്കുകയാണ്. അതേസമയം വിക്രത്തിൻ്റെ പുറമെല്ലാം അടിച്ച് പൊട്ടിച്ച് നടക്കാൻ മേലാത്തൊരവസ്ഥയാക്കിയിരിക്കുക. അപ്പോൾ അതൊക്കെ കാണുമ്പം വേദയ്ക്ക് ഭയങ്കര വിഷമാവുക. വേദ അവിടെ നിന്നൊരു വണ്ടിയൊക്കെ പിടിച്ച് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. വീട്ടിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞ് വിക്രത്തിനെ റൂമിൽ കൊണ്ട് കിടത്തുക. എന്നിട്ട് വേദ പറയുന്നുണ്ട്, ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അയാൾ എന്നോട് മോശമായിട്ട് പെരുമാറിയപ്പോഴല്ലേ വിക്രം അയാളുടെ പേരിൽ കൈവച്ചത്. അപ്പോൾ വിക്രം പറയാണ്, നീ കാരണമൊന്നുമല്ല, അയാൾക്ക് നേരത്തെ എന്നോട് പ്രശ്നം ഉണ്ടായിരുന്നു, അതിൻ്റെ പകരം വീട്ടാൻ ഒരു അവസരം കിട്ടിയപ്പം അത് ചെയ്തേ ഉള്ളൂ എന്ന് പറയാണ്. വേദയാണെങ്കിൽ വെള്ളമൊക്കെ ചൂടാക്കി ദേഹമൊക്കെ തുടച്ചു കൊടുക്കുകയും ചൂട് വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം ഒരുവിധമൊക്കെ തലനിവർത്തി നിൽക്കാറായി. അപ്പം മാഷ് വന്നിട്ട് ഇത് കാണുമ്പോൾ മാഷിന് ഭയങ്കര വിഷമാവും. മാഷ് പറയും, എന്താടാ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്, നിന്നെപ്പോലെ ഒരു നാണം കെട്ടവനായി പോയല്ലോ, പോലീസുകാരുടെ അടി കൊള്ളാനും ജയിലിൽ കിടക്കാനും മാത്രമേ നിനക്ക് നേരമുള്ളൂ. അപ്പം വേദ പറയും, അച്ഛൻ കാര്യം അറിയാതെ ഒന്നും പറയരുത്, ഈ നാട്ടിലുള്ള ഓരോ വ്യക്തികൾക്കും അറിയാം ഇതെന്താണ് സംഭവമെന്ന്, വീഡിയോ വൈറലായിക്കൊണ്ടേയിരിക്കുകയാണ്, അങ്ങനെയുള്ളിടത്ത് ആരും വിക്രത്തിനെ കുറ്റം പറയുന്നില്ല, അച്ഛൻ മാത്രമേ കുറ്റം പറയുന്നുള്ളൂ. എന്തിനാ അച്ഛാ എപ്പോഴും ഏതു നേരവും വിക്രത്തിനെ കുറ്റം പറയുന്നത്? വിക്രത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ല, ആ SI പകരം വീട്ടിയതാണ്. അപ്പം സുധാരൻ മാഷ് പറയാണ്, അതെ പകരം വീട്ടിയതാ, ഇവൻ ആ ശ്രീനിവാസന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുമ്പം ഇവന് തിരിച്ചു കിട്ടുമെന്ന് ഇവൻ വിചാരിക്കുന്നില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രീനിവാസൻ സാറ് കാണാൻ വരികയാണ് വിക്രത്തിനെ. അടിയൊക്കെ കൊണ്ട് വയ്യാതെ കിടക്കുന്ന വിക്രത്തിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. വരുമ്പം തന്നെ നമ്മുടെ സുധാര മാഷിന് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇയാളുടെ ഗുണ്ടയായിട്ടൊക്കെ നടക്കുന്നതുകൊണ്ടാണല്ലോ വിക്രം ഇങ്ങനെയൊക്കെ ആയിപ്പോയതെന്നുള്ളൊരു വിഷമം മാഷിനുണ്ട് കേട്ടോ. അങ്ങനെ വന്നു കയറുമ്പോഴേ വിക്രത്തിനോട് സുഖവിവരമൊക്കെ ചോദിക്കുക, എങ്ങനെയുണ്ട് വിക്രം, നിന്നോട് ആ സാബുമോൻ പകരം വീട്ടിയതാണല്ലേ, നമുക്കതിനൊരു തിരിച്ചടിയൊക്കെ കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മാഷ് ഇറങ്ങി വന്നിട്ട് പറയുക, എന്താ നിങ്ങൾ ഈ പറയുന്നത്, ഇനി അവൻ തിരിച്ചടി കൊടുക്കണമെന്നോ? നിങ്ങളുടെ കൂടെ നടന്ന് അവനിങ്ങനെ ഒരു ഗുണ്ടയായി മാറിയത്, അവൻ ഇത്രയും മോശക്കാരനായത്, അവനെ ഇങ്ങനെ മോശക്കാരനാക്കിയത് നിങ്ങൾ ഈ വീടിൻ്റെ പടി കടക്കരുത്, ഇനിയും അവനെ വിളിക്കരുത്. അപ്പോൾ ഇപ്പോൾ അവനൊരു വിവാഹമൊക്കെ കഴിച്ച് ജീവിക്കുകയാണ്. എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാൻ കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ ഗുണ്ടയായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കൂടെ നിർത്തിയിരിക്കുക, ഇനിയെങ്കിലും ഇവനെ വെറുതെ വിട്ടൂടെ എന്ന് ചോദിക്കുക. അപ്പം ശ്രീനിവാസൻ ഇറങ്ങി പോവുകയാണ് കേട്ടോ, ഒന്നും പറയാതെ.
അപ്പോഴേക്കും പെട്ടെന്ന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരികയാണ്. വിക്രം ചാടി എണീറ്റിട്ട് പറയുക, എന്താ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് നാണമില്ലല്ലോ ഇങ്ങനെ പറയാനായിട്ട്. അയാൾ എന്നെ ചേർത്ത് നിർത്തി കൂടെ നിർത്തി എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്നുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ തരാത്ത ഒരു സ്നേഹവും കരുതലും ആ മനുഷ്യനിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം അയാളോട് ഇറങ്ങിപ്പോകാൻ പറയാനും എന്നെ കാണാൻ വരരുതെന്ന് പറയാനും നിങ്ങൾ എൻ്റെ ആരാ? എപ്പോഴും നേടുന്നവനെ മതി എല്ലാവർക്കും, നഷ്ടപ്പെടുന്നവനെ ആർക്കും വേണ്ട. അതല്ലേ നിങ്ങളും എന്നോട് ചെയ്തത്? ഒരുപാട് നേട്ടമുള്ളവരെ എല്ലാവരും ചേർത്ത് പിടിക്കും, എന്തെങ്കിലും നഷ്ടങ്ങളുണ്ടായാൽ അവരെ വെറുക്കും, അതല്ലേ നിങ്ങൾ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് മാഷിനോട് അങ്ങ് എതിർക്കുകയാണ് കേട്ടോ. പക്ഷെ സത്യത്തിൽ ആദ്യമായിട്ടാണ് വിക്രം അങ്ങനെ മാഷിനോട് മോശമായിട്ട് സംസാരിക്കുന്നത്. അത് മാഷിന് ഭയങ്കര വിഷമാവുകയാണ് കേട്ടോ. ഒന്നും മിണ്ടാതെ മാഷ് പോയി ബാത്റൂമിൽ പോയി നിന്നിട്ട് ഷവർ ഓൺ ചെയ്തിട്ട് അവിടെ നിന്ന് ഒരുപാട് നേരം കരയുന്നുണ്ട്. വിക്രത്തെക്കുറിച്ച് ആലോചിച്ചിട്ടും വിക്രം പറഞ്ഞ ഓരോ വാക്കുകൾ ആലോചിച്ചിട്ടും ഒക്കെ മാഷ് അങ്ങ് പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം വേദ പോകുന്നുണ്ട് ശ്രീകാര്യം ശ്രീനിവാസൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ഈ വിവരങ്ങളൊക്കെ പറയാണ്. വിക്രത്തിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ചും വിക്രത്തിൻ്റെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പറയാണ്. സാറ് എങ്ങനെയും വിക്രത്തിനെ ഒഴിവാക്കണം, അങ്ങനെയാണെങ്കിലേ വിക്രത്തിന് ഒരു മാറ്റം വരുള്ളൂ ഈ ഒരു സ്വഭാവത്തിൽ നിന്നും ഈ ഒരു ജീവിത രീതിയിൽ നിന്നും എന്നൊക്കെ വേദ പറയുക. അപ്പോൾ ശ്രീകാര്യം ശ്രീനിവാസ സാറ് പറയാണ്, ഞാൻ ഒഴിവാക്കാം അവനെ, നീ പറഞ്ഞ പോലെ തന്നെ ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ വിക്രത്തിനെ വിളിച്ചു വരുത്താണ്. വിക്രം അങ്ങനെ ശ്രീനിവാസ സാറിൻ്റെ അടുത്ത് എത്തുമ്പം ശ്രീനിവാസ സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാണ്. വിക്രം, ഇനി മുതൽ നീ എൻ്റെ കൂടെ നിൽക്കണ്ട, നിനക്ക് പറ്റിയ പണിയല്ല ഇത്. നിനക്കൊരു കുടുംബമുണ്ട്, നീ ഇപ്പം വിവാഹിതനാണ്, നിന്നെ വിശ്വസിച്ചൊരു പെണ്ണ് കൂടെയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തല്ലിനും അടിക്കും മറ്റും നടക്കാതെ നീ ഇത്രയും വിദ്യാഭ്യാസമുള്ളവനാണ്, അതുകൊണ്ട് ഒരു ജോലിക്കൊക്കെ പോയി കുടുംബം നോക്കി ജീവിക്ക്. നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വിഷമം മനസ്സിലാക്കണം. നിൻ്റെ അച്ഛൻ അന്ന് എന്നോട് പൊട്ടിത്തെറിച്ചതിൽ എനിക്കൊരു വിഷമവും ഇല്ല, അത് ആ മാഷിൻ്റെ വിഷമം കൊണ്ട് പറയുന്നതാണ് വിക്രം. നീ ദയവേദി നീ എൻ്റെ കൂടെ വരരുതെന്ന് പറഞ്ഞ് വിക്രത്തിനെ ഇറക്കി വിടുകയാണ്. അങ്ങനെ ശ്രീനിവാസൻ സാറിൻ്റെ കൂടത്തിൽ നിന്ന് കുറച്ചൊക്കെ മാറി നിൽക്കുകയാണ് കേട്ടോ വിക്രം. ആ സമയത്ത് വിക്രം ദിവസവും വീട്ടിൽ വരികയും ഭയങ്കര സന്തോഷമൊക്കെ ആവുകയാണ് വേദയ്ക്ക്. വേദ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. വിക്രത്തിനൊരു മാറ്റം ഉണ്ടായി. ശ്രീനിവാസ സാറിൽ നിന്ന് മാറുമ്പോൾ തന്നെ കുടുംബത്തിൽ കുറേയൊക്കെ സന്തോഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വിക്രത്തിനൊരു നിജവും നിശ്ചയമൊക്കെ ഉണ്ടാവുകയാണ്. രാവിലെ പോവുകയും വൈകുന്നേരം നേരത്തെ വീട്ടിൽ വരികയും വഴക്കിനും അടിക്കും ഗുണ്ടാപ്പണിക്കും ഒന്നും പോകാതെ ജീവിക്കുകയും ചെയ്യാണ് കേട്ടോ. അങ്ങനെ വിക്രവും വേദയും ഒരു റൂമിൽ താമസിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വേദയും വിക്രവും തമ്മിൽ കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ജീവിതത്തിൽ കുറേ സന്തോഷം ഉണ്ടാവുകയൊക്കെ ചെയ്യാണ്. വിക്രത്തിന് വേദയോടുള്ള ആ ഒരു പരിഭവമൊക്കെ മാറി സ്നേഹം തുടങ്ങുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ വിക്രം വേദയെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ആ വിശേഷങ്ങളാണ് അത് കഴിഞ്ഞുള്ള എപ്പിസോഡുകളിലൊക്കെ വരാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്